ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ടിന്റെ വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെ ബിജെപിയുടെ വന്ദേമാതര സദസ്സ് പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുകയാണ്. ബിജെപി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വന്ദേമാതരത്തോടെയാണ് പരിപാടിയുടെ തുടക്കം. തത്സമയത്തിലേക്ക് വന്ദേ മാതരം സദസ്സിന്റെ ഈ പരിപാടിയിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്ത മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി കവിത മേനോൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബിജെപിയുടെ വന്ദേമാതര സദസ്സ് പാലക്കാട് പുരോഗമിക്കുകയാണ്. ഇനി നമുക്ക് ഓണം വാർത്തകൾ നോക്കാം. ഓണം മോഡ്. രാത്രി വൈകിയും ഓണത്തിരക്കിലാണ് തലസ്ഥാനം. വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപ് തലസ്ഥാനം ജനം കൈയടക്കി. സ്ഥലങ്ങൾ, യാത്ര ചെയ്യുന്ന ബസ് എന്നീ സ്ഥലങ്ങളിൽ നിൽക്കുന്ന പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം തെളിഞ്ഞ നാൾ മുതൽ തുടങ്ങിയ തിരക്കാണ് തലസ്ഥാന ജില്ലയിൽ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാണം വിറ്റും ഓണമുണ്ണാനുള്ള തിരക്കിലാണ് തലസ്ഥാനവാസികൾ. ഓണത്തിന്റെ ആഘോഷങ്ങൾ തകൃതിയായി ആരംഭിച്ചതോടെ പൂവ് വിപണിയിൽ വിലക്കയറ്റത്തിന്റെ കാലമാണ്. പിച്ചിയും മുല്ലയും തലയിൽ ചൂടണമെങ്കിൽ കീശയിൽ നിന്ന് കാശ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഓണവിപണിയിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് കച്ചവടക്കാർക്കും ഉള്ളത്. കച്ചവടത്തിന് അനുസരിച്ച് വിലയും കൂടുതലാണ്. എല്ലാ പൂവായിട്ട് അത്തപ്പൂക്കളും ഈ പിന്നെ മുല്ലപ്പൂ, പിച്ചിപ്പൂ, അത് എല്ലാം വില കൂടുതൽ തന്നെ. ഇപ്പം അതിൻ്റെ തന്നെ തിരക്ക് കൂടുതലും. ഇപ്പം മാക്സിമം ഒരു മുഴ 100 രൂപ ഉണ്ട്. ഇനി കൂടും, അങ്ങോട്ട് കൂടും. ന്യൂജൻ പിള്ളേരും ഓണം വരവറിയിച്ചപ്പോൾ തന്നെ ഷോപ്പിങ്ങിനുണ്ട്. കോളേജുകളിൽ കൂടി ആഘോഷം സജീവമായതോടെ തിരക്കിലാണ് ന്യൂജൻ ടീംസ്. വൈബ് നല്ല തിരക്കുണ്ട്. ഇത്രയും മീൻസ് വണ്ടികൾ പോകാനായിട്ടോ അങ്ങനെ വഴിയൊന്നുമില്ല. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആവശ്യത്തിന് തിരക്കുണ്ട്. ഇനി ഓണം എന്താണെന്ന് ഇനി എത്തിയില്ലല്ലോ. ഓണം എത്തുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അടിപൊളിയായിരിക്കും. എല്ലാ കാലത്തെക്കാട്ടിയും കൂടുതൽ ന്യൂജനായതുകൊണ്ട് കൂടുതൽ നല്ല ഓണമായിരിക്കും വിചാരിക്കുന്നത്. നാളെ കോളേജിൽ സെലിബ്രേഷനാണ്. അപ്പം എന്തോ നല്ല രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളും പുതിയ ഓണം ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് ഓണം. ഇവിടെയാണ് വന്നത്. സെറ്റ് സാരി എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. ഓണത്തിനായിട്ട് 2-3 പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് മെയിനായിട്ട് വന്നത്. അല്ലാതെ ഞങ്ങൾ അല്ലാണ്ടും ഡ്രസ്സ്, സെറ്റ് സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ വിലക്കയറ്റത്തിൽ ഭയന്നിരിക്കുകയാണ്.
എങ്കിലും കാണം വിറ്റും ഓണമുണ്ണാനുള്ള തിരക്കിലാണ് വീട്ടമ്മമാർ. നമ്മളിങ്ങനെ ഓണത്തിൻ്റെ ആ വൈബിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്തു, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പച്ചക്കറിയൊക്കെ ഇനി മേടിക്കാനായിട്ട് ഇനി ഉണ്ടല്ലോ ദിവസം ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആ പർച്ചേസിംഗ് ഒക്കെ ഇനിയേ ഉണ്ടാവുള്ളൂ. പക്ഷേ വില കൂടുതൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് ഈ വില കൂടുതൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർക്കും കേരളത്തിൽ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. എൻ്റെ വൈഫാണ് മലയാളി, ഞാൻ ആക്ച്വലി തമിഴ്നാടാണ്. ഇല്ല അങ്ങനെയല്ല. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. അതുകൊണ്ട് ഞാനിപ്പോൾ മലയാളം പഠിച്ച് അങ്ങനെ ഓണം. ആക്ച്വലി ഞാൻ പഠിച്ചതൊക്കെ നാട്ടിലാണ്, തമിഴ്നാട്ടിലാണ്. ഇഷ്ടമാണ്, അടിപൊളി. ഇപ്പോൾ ലീവിന് വന്നതാണ്, ഓണത്തിന് വേണ്ടി സ്പെസിഫൈ ചെയ്ത്. അടിപൊളി, താങ്ക് യു പറ. ഹാപ്പി ഓണം. കുട്ടിപ്പട്ടാളങ്ങളും ഓണക്കാഴ്ച കാണുന്ന തിരക്കിലാണ്. ഒപ്പം മാതാപിതാക്കളുടെ കീശ കാലിയാക്കാനുള്ള തിരക്കിലും. നാളെ വീട്ടിൽ നിന്ന് പുറത്ത് നാഗാനം കഴിക്കാൻ പോകും. കാണുന്നില്ല. ഡ്രസ്, നിക്കർ, പുതിയ വാച്ച്, പുതിയ ഗിഫ്റ്റ്. ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ സജീവമായിരിക്കുകയാണ് ഓണവിപണി. സാധനങ്ങൾ വാങ്ങാനും പർച്ചേസിങ്ങിനുമൊക്കെയായി തലസ്ഥാനത്തെ നഗരവീഥികൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തിരക്കിലാണ്. ക്യാമറമാൻ സന്തോഷ് പാർച്ചാലയ്ക്കൊപ്പം എസ് ശാലിനി ജനം, തിരുവനന്തപുരം. BJPയുടെ വന്ദേ മാതര സദസ്സ് പാലക്കാട് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക്. അറ്റം മുറിച്ച വന്ദേ മാതരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള വന്ദേ മാതരം ഞങ്ങൾക്ക് പറ്റില്ല. അറ്റം മുറിച്ച വന്ദേ മാതരാണെങ്കിൽ ഞങ്ങൾ പാടാനാണ് കേരളത്തിലെ കോൺഗ്രസുകാർ പറയുന്നത്. ഇത്തരത്തിൽ തലപ്പ് മുറിച്ചതിനോടുള്ള സ്നേഹം കേരളത്തിലെ കോൺഗ്രസുകാർ കുറേയായി കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നു. ഇവരാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ പാണക്കാട്ടെ തറവാട്ടിലേക്ക് അടിയറവ് വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ് ശ്രീ VD സതീശൻ സർക്കാരോട്. ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ തൊട്ട് തലേ ദിവസം കേരളത്തിലെ സമന്വയരായ കോൺഗ്രസ് നേതാക്കന്മാരും, എന്തിനേറെ പറയണം, നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസുകാരായിട്ടുള്ള നേതാക്കന്മാരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞിരുന്നത്? ഇത് വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടുന്നത് അങ്ങ് സംഘികളുടെ ആഫീസിൽ വെച്ചാൽ മതി, RSSകാരന്റെ തിട്ടൂരമെവിടെ നടപ്പിൽ വരില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ആഫീസിൽ വരെ വന്ദേ മാതര ഗാനം പൂർണ്ണമായിട്ടും പാടി. തലേ ദിവസം ഇവരെന്താ പറഞ്ഞത്? RSSകാരന്റെ തിട്ടൂരമെന്ന് RSSന്റെ കാര്യാലയത്തിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സ്വാതന്ത്ര്യദിനത്തില് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് നരേന്ദ്രമോദി ഇവിടെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ആഫീസ് മൊത്തം ഹൈജാക്ക് ചെയ്തുകൊണ്ട് സേവാദളിന്റെ പ്രവർത്തകരെ വന്ദേ മാതര ഗാനം പൂർണ്ണമായിട്ട് ആലപിക്കുകയാണ്. പക്ഷേ ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് നട്ടലില്ല. അവർക്ക് വന്ദേ മാതര ഗാനം ഞങ്ങൾ പൂർണ്ണമായിട്ട് പാടില്ല എന്ന് പറയാനുള്ള തന്റേടില്ല. കാരണം എന്താണെന്നോ? കോൺഗ്രസിന്റെ നിലപാട് അതാണെന്ന് പറയാനുള്ള തന്റേടില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് കർണാടകയിലെ കോൺഗ്രസുകാര്, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസുകാര്, AICC ആസ്ഥാനത്തുള്ള എങ്ങനെയൊക്കെ പാടിയെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ രണ്ടു കോണിയിൽ കാലിടുന്ന സമീപനമാണ്. ഇവിടെ അവർക്ക് ഇവിടുത്തെ ദേശീയതയെ തള്ളി പറയാൻ, ഇവിടെ പാണക്കാട്ടെ തങ്ങളെ പേടിച്ചുകൊണ്ട്, പാണക്കാട്ടെ തറവാട്ടിനെ പേടിച്ചുകൊണ്ട്, ഇവിടുത്തെ ജിഹാദി ഭീകരവാദികൾക്ക് മുമ്പിൽ നട്ടല്ല അടിയറവ് വെച്ചുകൊണ്ട്, മൊട്ടിയളഞ്ഞുകൊണ്ട്, പാലസേന ചെയ്തുകൊണ്ട് ജിഹാദികൾക്ക് അടിമപ്പെട്ട് ഭരിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ മാറിയിരിക്കുകയാണ്. കോൺഗ്രസുകാരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു നോക്കുക. വന്ദേ മാതരം എന്നുള്ളത്
പൂർണ്ണമായിട്ട് പാടില്ല എന്നുള്ളത് കോൺഗ്രസുകാരുടെ തീരുമാനമായിരുന്നു എന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെയെങ്കിൽ അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഇത് ആലപിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇവർക്ക് ഇവിടെയും ഉത്തരം പറയാൻ പറ്റുന്നില്ല, അവിടെയും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന രീതിയിൽ അവർ ഈ വന്ദേ മാതരത്തിൽ തൊട്ട് നിൽക്കണം. ഇത്തരത്തില് ജിഹാദികൾക്ക് അടിയറവ് വെച്ചുകൊണ്ട് ഇങ്ങനെ നാണം കെട്ട് ജിഹാദികൾക്ക് മുന്നിൽ മൊട്ടിലഴഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്നതിലും ഭേദം ഇവര് വേറെ വല്ല പണിക്കും പോകുന്നതാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ജിഹാദികൾക്ക് അടിയറവ് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭരണം ഞാൻ ഈ വന്ദേമാതര വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പറയണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അതിന്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റായിട്ടാണ് ഇവിടെ പുതിയ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നമുക്കറിയാം, ഒരു ഗവൺമെന്റ് സ്കൂളുകളിലെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ അധ്യാപക ജോലിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് നമ്മൾ എക്സാം എഴുതി അതിൽ നമ്മൾ എലിജിബിൾ ആവണം, ക്വാളിഫൈഡ് ആവണം. കേരള ടീച്ചർ എഡ്യൂക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ ഇനി പഠിപ്പിക്കാൻ കേട്ടിട്ട് ആവശ്യമില്ല എന്ന് പറയുന്നു. അതെന്താ? ഭൂരിപക്ഷ വിദ്യാലയങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ? ഭൂരിപക്ഷ വിദ്യാലയങ്ങളിലെ കേട്ടറ്റ് നിർബന്ധമാണ്. ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലേക്ക് ഈ കേട്ടറ്റ് ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ആരെ പ്രീണിപ്പിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇവിടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇത്തരത്തിൽ ഹലാലാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇവിടുത്തെ വി ഡി സതീശൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്?